പെരുന്നാൾ സമയമല്ലേ? ആ പാവങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നേടാനുണ്ടായിരുന്നിരിക്കണം. ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടതാണ്. അപ്പൊ എന്തായാലും നിങ്ങളത് വായിച്ചോണ്ടാ മതി. അപ്പൊ യുഡിഎഫ് കേറിയതിന് ശേഷമുള്ള ആദ്യത്തെ പെരുന്നാളാണ്. ഇത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാരും യുഡിഎഫിനെ സപ്പോർട്ട് ചെയ്യൂല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ്എഫ്ഐയും ഡിവൈഎഫ്ഐ ഒക്കെ ചെയ്യുന്ന പോലെ നേതാക്കന്മാർ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടി യുഡിഎഫിനില്ല. സ്വാഭാവികമായിട്ട് തെറ്റിനെ തെറ്റെന്ന് തന്നെയാണ് പറയാൻ തീരുമാനവും തെറ്റെന്ന് തന്നെ പറയുള്ളൂ. അങ്ങനെ എന്താണ് തെറ്റ് എന്ന് പറയാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഒരു ഓർഡറിന്റെ പകർപ്പും കൂടെ എനിക്ക് കിട്ടി. ഞാൻ നോക്കിയ സമയത്ത് അവസാനത്തെ പാരഗ്രാഫ് എഴുതിയിരിക്കുന്ന മെയ് 25 ഒരു പെൻഷൻ വിതരണം ചെയ്യാനുള്ള സകല സംവിധാനവും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെയാണ് മുടങ്ങിയത്? ഈ ഓർഡർ മാത്രമല്ല, ഇതിന്റെ കൂട്ടത്തിൽ പെൻഷൻ ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളതും അല്ലാതെ പെൻഷൻ സ്ലിപ്പ് ഒപ്പിട്ട് വാങ്ങിയിട്ടുള്ള ഒരുപാട് രേഖകൾ കിട്ടി. അപ്പൊ എവിടെയാണ് പെൻഷൻ മുടങ്ങിയത്? അത് തിരക്കി പോയപ്പോ മനസ്സിലായി LDFന്റെ ഭരണകാലത്ത് LDFന്റെ കീഴിലുള്ള സഹകരണ ബാങ്കുകളിലേക്കാണ് ഈ പെൻഷനുകളെല്ലാം എത്തുന്നത്. പിന്നെ അവരുടെ ഈ പ്രവർത്തകരാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവന്മാർ ഇതിനങ്ങ് മുക്കി. എന്തിനു വേണ്ടിയിട്ട്? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട്. എന്ത് ധാർമ്മികതയുടെ പേരിലാണ് ഈ പരിപാടി കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്തപ്പാടികളായ ആൾക്കാരുടെ പെൻഷൻ മുക്കിയിട്ട് വേണോ നിങ്ങൾക്ക് UDF പെൻഷൻ മുടക്കി എന്നുള്ള ഒരു ആരോപണം ഉണ്ടാക്കിയെടുക്കാൻ? സ്വാഭാവികമായിട്ട് ഇത്രയും നാളെ നിങ്ങൾ ഈ ആശാവർക്കർമാരുടെ ഈ പാവപ്പെട്ടവരുടെ എല്ലാം വയറ്റത്തടിച്ചതിന്റെ ഫലമാണ് നിങ്ങളിപ്പം ഭരണത്തിൽ നിന്ന് വെളിയിലിറങ്ങിയത്. അപ്പോഴും വീണ്ടും ഇത് തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങള് ഇനി അടുത്തതിന് കയറുമെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടോ? തെറ്റ് കാണുമ്പോ നിങ്ങൾ തെറ്റെന്ന് പറ, അല്ലാതെ ഈ ഇങ്ങനെ ഉണ്ടാക്കി തെറ്റ് കാണിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണ്? ഇത് മാത്രമല്ല, എനിക്ക് UDFനോടാണ് ഇതിനകത്ത് പറയാനുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ നിങ്ങളുടെ പേരിൽ ഒരു വലിയൊരു ആരോപണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ മാതിരി തെണ്ടിത്തരണവന്മാര് കാണിച്ചിട്ടുള്ളത്. ഇത്രയും നാള് UDF അങ്ങനെ പ്രതികരിക്കണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ VD സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കയറുന്ന സമയത്ത് ഈ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോ നിങ്ങളുടെ നല്ല പ്രതീക്ഷയുണ്ട്. ദയവ് ഇത് ഇങ്ങനെ ഒരു പ്രശ്നം അവർ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഗുരുതരമായ നടപടി സ്വീകരിച്ചതിന് ശേഷം അതിനനുസരിച്ചുള്ള രീതിയിൽ ഈ പെൻഷൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള നല്ലൊരു സിസ്റ്റം ഉണ്ടാകണം. അല്ലാതെ ഈ ഒരു രീതിയിൽ ഇനി അവരെ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ LDF തളരണമെന്ന് ഞാൻ ഒരിക്കലും പറയൂല. പക്ഷെ ഈ മാതിരി തെണ്ടിത്തരങ്ങൾ ഇനിയും വളർന്നാൽ നമുക്ക് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഏതോ കുറച്ച് പാവങ്ങളുടെ പെൻഷനാണ് ഇപ്പൊ മുടങ്ങിയിട്ടുള്ളത്. ആ പാവങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നേടാനുണ്ടായിരുന്നിരിക്കണം. പെരുന്നാൾ സമയമല്ലേ? അപ്പോഴും അത്രയും ദ്രോഹം അവർ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനുഷ്യത്വം, നേരത്തെ ചാണ്ടിയമ്മ പറഞ്ഞ പോലെ മനുഷ്യത്വം ഇല്ല തന്നെയാണ്. അപ്പൊ ഇതിനെ ഇനിയും വളരെ അനുവദിക്കരുത്. UDFനോടല്ല എന്റെ അപേക്ഷയാണ്.